നമ്മുടെ ഇനിയുള്ള അപ്കമിങ് എക്സാംസ് എന്ന് പറയുമ്പം ഫസ്റ്റ് IBPS PO പ്രിലിംസ് ആണ് ഓഗസ്റ്റ് 22-ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻസ് ഒക്ടോബറിലായിരിക്കും. അത് കഴിഞ്ഞ് ക്ലർക്ക് പ്രിലിംസും IBPS ക്ലർക്ക് പ്രിലിംസും 10 ഒക്ടോബർ 27. അപ്പോൾ ഇങ്ങനെയാണല്ലോ ഒരു സ്ട്രക്ചർ പോകുന്നത്. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് SBIയുടെയും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും കാണുന്നു. അപ്പോൾ ഏതൊക്കെ മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, എങ്ങനെയൊക്കെ ഇനിയുള്ള മാസങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇന്നിപ്പം April 19th ആണ്. അപ്പം ഇന്ന് മുതൽ April 30 ഡേയ്സ് ഉണ്ടല്ലോ. പിന്നെ മെയ്, ജൂൺ, ജൂലൈ അങ്ങനെ നമുക്ക് ആകെ കിട്ടുന്ന ഒരു 4 മന്താണ് നമുക്ക് എന്തിനു കിട്ടുന്നത്, പ്രിലിംസിനും മെയിൻസിനും കൂടെ നമുക്ക് കിട്ടുന്ന ഒരു 4 മന്ത്സ് ആണ്. ഈ 4 മന്ത്സിൽ നമ്മൾ നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കുകയും പ്രിലിംസിൻ്റെ ടോപ്പിക്ക്, മെയിൻസിൻ്റെ ടോപ്പിക്ക് എല്ലാം നമ്മൾ സ്ട്രോങ് ആക്കുകയും അതിനോടൊപ്പം തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവുകയും വേണം. അപ്പം ഏതൊക്കെ മാസത്ത് നോക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ GA നമ്മൾ ഒരു ലാസ്റ്റ് 6 മന്ത്സ് ആണ് നോക്കേണ്ടത്. അപ്പം എന്തായാലും മാർച്ച് ടു ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചാലേ നമുക്ക് ഫസ്റ്റ് വരാൻ പോകുന്ന എക്സാം SBI PO ആണെങ്കിൽ അത് സെപ്റ്റംബറിലായിരിക്കും. അപ്പം മാർച്ച് മുതൽ വേണം. അല്ല IBPS PO ആണെങ്കിൽ നമുക്ക് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള GA പഠിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് RBIയുടെ മെയിൻസിന് എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെത് ജാനുവരി ടു മെയ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിക്കാൻ നോക്കണം. അത് ജാനുവരി ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് കറക്റ്റായിട്ടെങ്കിലും നോക്കിയാൽ നല്ല ഉപകാരമാവും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അപ്കമിങ് എക്സാംസും. അത് ഡേറ്റൊക്കെ നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെച്ച് വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം, എക്സാംസ് ഈ സമയത്തൊക്കെ കാണും, അതിനനുസരിച്ച് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. അപ്പം എക്സാം തുടങ്ങി കഴിഞ്ഞത് കണ്ടോ, പെട്ടെന്നായിരിക്കും എക്സാംസ് വരുന്നത്. 4, 10 ഇങ്ങനെയൊക്കെയാണ് ഡേറ്റ് പോകുന്നത്, അടുപ്പിച്ച് മാസം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടണമെന്നില്ല. പിന്നെ FCIയുടെ LICയുടെ ഒക്കെ വരാനൊരു സാധ്യതയും കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കണം. ഡെയിലി പറ്റുന്നില്ലെങ്കിൽ ഒരു വീക്ക്ലി മന്ത്ലി എങ്കിലും ഇനി തൊട്ട് നോക്കാനായിട്ട് ശ്രമിക്കണം. ഡെയിലി ഇപ്പം പറ്റുന്നില്ലെങ്കിൽ വീക്ക്ലി ഓർ മന്ത്ലി സെറ്റ് ആക്കുക. പിന്നെ എഡിറ്റോറിയൽ, ന്യൂസ് പേപ്പർ ഫുള്ള് വായിക്കാൻ ടൈം കിട്ടുന്നില്ലെങ്കിൽ എഡിറ്റോറിയലെങ്കിലും വായിച്ചിട്ട് അതിൽ നിന്ന് വൊക്കാബിൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുത്ത് വൊക്കാബ് പഠിക്കണം. പിന്നെ ഡെയിലി ഒരു പ്രിലിംസ് മോക്ക് ചെയ്യും, അതിൻ്റെ അനാലിസിസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇന്നൊരു SBI IBPSൻ്റെ മോക്കാ ചെയ്യുന്നതെങ്കിൽ നാളെ നിങ്ങൾ SBIയുടെ മോക്ക് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസം ഓരോ മോക്ക് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മൾ മെയിൻസിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് ഇപ്പോഴേ ചെയ്ത് പോയാലേ നമുക്ക് ആ സെക്ഷൻസുമായിട്ട് നല്ലൊരു പരിചയം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ടത്. മോക്ക് അനാലിസിസും ചെയ്യണം. ജസ്റ്റ് ഈ എക്സാംസിനെ കുറിച്ചുള്ള ഡേറ്റും അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ചെയ്തത്. ഓക്കെ.